അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ആനത്താര എന്ന് പറഞ്ഞൊരു സ്ഥലം വഴിയാണ്. അപ്പം ഇവിടെ 30 കിലോമീറ്റർ ഉൾവനത്തിൽ കൂടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ ബോർഡുകൾ വെച്ചതെന്ന് വെച്ചാൽ ആനകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമെന്നാണ്. ഇവിടെ മൊത്തം ആനപ്പിണ്ടമാണ് കണ്ട. ഇവിടെ അപ്പോൾ ഡെയിലി ആനകൾ വരാറുള്ളത്. ഇത് നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെയുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഗൈസ്. എന്ത് ഹൈറ്റിൽ നിന്ന് അത് വരുന്നതെന്ന് നോക്കിയാൽ നല്ല രസമാണ് അത് കാണാൻ. അമ്മ എങ്ങനെയുണ്ട്? ശരിക്കും കുരങ്ങന്മാരും ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഉച്ചയായപ്പോൾ തന്നെ മൂന്നാറെത്തി. അപ്പോൾ നമ്മൾ അടുത്ത് ഇവിടുന്ന് ഒരു ജീപ്പ് വിളിച്ചാണ് ഓരോരോ സ്പോട്ടുകളിൽ പോകുന്നത്. നമ്മൾ പോകുന്ന ജീപ്പ് ആണ് നമ്മളെ ഡ്രൈവർ ചേട്ടൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ തേയിലത്തോട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് അത് കാണാം. ഇതാണ് ഗൈസ് നമ്മളെ തേയിലത്തോട്ടം. അത് ഫുള്ള് കോടയാണ് ഗൈസ്. അപ്പോൾ നോക്കേ, അത് കണ്ടോ ഗൈസ്, ഇവിടുന്ന് മൊത്തം കോടകൾ ഇങ്ങനെ പോകുന്നുണ്ടോ? നോക്കേ എന്ത് ഭംഗിയാന്ന് നോക്കേ. ഞാനവിടുന്ന് പിന്നെ ഈ സിപ്പ് ലൈനിലും പോയി. ഇത് നല്ല രസമാണ് കാണാൻ. ഈ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ നമ്മൾ റോപ്പിലും. ഇതിൽ അങ്ങോട്ട് പോകുമ്പോൾ വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. ആകെ പേടിയെന്ന് വെച്ചാൽ നമ്മളെ ഫോൺ നമ്മളെ കൈവിട്ട് പോകുമോ എന്നുള്ള കാര്യമായിരുന്നു. ഫോൺ പോയി കഴിഞ്ഞാൽ നമ്മൾ കിട്ടാത്തതേ ഇല്ല. നമ്മളെ സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫോളാണ്. ഇപ്പോൾ റിക്ലി വാട്ടർഫാൾ എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. ഇതാണ് ആ റിക്ലി വാട്ടർഫാൾ. സത്യം പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ വെള്ളം കുറവാണെന്നാണ് പറഞ്ഞത്. മഴക്കാല സമയത്തൊക്കെ ഭയങ്കര രീതിയിൽ വെള്ളം വരുമെന്നാണ് പറഞ്ഞത്. അടുത്ത ഞാനമ്മ വന്നേക്കുന്ന തൂക്കുപാലത്തിലാണ്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഈ മലയും രണ്ടായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരാണ് ഈ പാലം നിർമ്മിച്ചത്. കേട്ടോ, നമ്മളെ അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് നമ്മളെ പൊന്മുടി ഡാമാണ്. ഇത് രാജാക്കാട് പൊന്മുടി ഡാമാണ്. ഇടുക്കി ജില്ലയിലുള്ള ഡാമാണ്. ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ,